നമുക്ക് മുരളീധരന്റെ ഒരു ശൈലി അറിയാമുണ്ട്. അത് ചെറിയ വാക്കുകൾ സംസാരമാണെങ്കിൽ പോലും അത് കുറിക്ക് കൊള്ളുന്ന രീതിയിലുള്ള മറുപടി നൽകുക എന്നുള്ളത് തന്നെയാണ് ഉള്ളത്. എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു അവഗണിക്കുക എന്ന നിലയിൽ തന്നെയാണ് അത്തരത്തിൽ അവഗണിക്കുക, അതോടൊപ്പം തന്നെ കൃത്യമായ ഒരു മറുപടി നൽകുക എന്നുള്ളത് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിലൂടെ വ്യക്തമാകുകയും ചെയ്യുന്നത്. എന്തായാലും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നും തരൂർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. ഒരു സൂചനയാണ് ഈ തരൂർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളൊക്കെ എന്ന വിലയിരുത്തൽ നേതാക്കൾക്കില്ലേ? അത് ആദ്യഘട്ടം മുതലുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കും അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ പോലും അദ്ദേഹം BJP-യിലേക്ക് കടക്കുകയും ചെയ്യുന്നില്ല. ഇവിടെ നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസിനെതിരെ ഉള്ള നടപടികളിലേക്ക് പോവുക, നേതൃത്വത്തിനെതിരെ സമീപനം സ്വീകരിക്കുക എന്നുള്ളത് ആണ് ഇപ്പോൾ തുടർന്നിട്ട് പോകുന്നത്. എന്തായാലും വളരെ വേഗത്തിൽ BJP-യിലേക്ക് പോകില്ല. പക്ഷേ ഇവിടെ നിന്ന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു കണക്കൂട്ടൽ അദ്ദേഹത്തിന് ഉണ്ട് താനും. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സമീപനവുമായി അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. എന്തായാലും വളരെ ജാഗ്രതയോടുകൂടി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലൂടെ തന്നെ സതീശനോടൊക്കെ രാവിലെ നമ്മൾ പ്രതികരണം ചോദിച്ചപ്പോൾ സതീശൻ പറഞ്ഞൊരു കാര്യം, ഏത് സർവേ എന്നുള്ളതാണ് കാര്യം ചോദിക്കുന്നത്. സ്വാഭാവികമായി ഈ സർവേയുടെ ആധികാരികതയെ കൂടി ഈ നേതൃത്വം ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം വെറും 2-3 മാസങ്ങൾ മാത്രമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ഏജൻസി തുടങ്ങിയിട്ട് നേരത്തെ ഇത്തരത്തിലുള്ള ഒരു സർവേകൾ നടത്തിയിട്ടുള്ള ഒരു പാരമ്പര്യമൊന്നും ഈ ഏജൻസിക്കില്ല എന്നുള്ളൊരു കാര്യം പറയുകയും ചെയ്യുന്നു. അത്തരത്തിൽ ഒരു ആധികാരികതയും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു പിൻബലവും ഇല്ലാത്ത ഏജൻസിയുടെ ഒരു സർവേ ആണ് എന്ന നിലയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ളത്. എന്തായാലും ആ സർവേ ഫലം ഉയർത്തി കൂടുതൽ വിവാദങ്ങൾക്കോ പ്രതികരണങ്ങൾക്കോ ഒന്നും തന്നെ കോൺഗ്രസ് നേതാക്കൾ തയ്യാറല്ല. തരൂരിനെ അവഗണിക്കാൻ തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്.